സർ നമസ്കാരം. നമസ്കാരം. സർ, US ഡിഫൻസ് ഏജൻസി പറഞ്ഞിരിക്കുന്നു ചൈനയാണ് ഇന്ത്യയുടെ നമ്പർ 1 ശത്രു എന്ന്. പാകിസ്ഥാൻ പോലും അത് കഴിഞ്ഞേ വരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ, ഈ ഒരു മുന്നറിയിപ്പിനെ ഇന്ത്യ ഏത് രീതിയിൽ എടുക്കണം? അതൊരു വൻ ഭീഷണി തന്നെയാണോ? ആണ്, സംശയമില്ല. ബിക്കോസ് നമ്മളെപ്പോഴും പറയും ബാറ്റിൽ ഓഫ് ഈക്വൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മളൊരു 10ാം ക്ലാസ്സിലെ പയ്യനും ഒരു 3ാം ക്ലാസ്സിലെ പയ്യനും കൂടി തല്ലുപിടിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈസ് ഓഫ് സ്കെയിൽ മാറിപ്പോകും. ഈക്വൽ ആയിരിക്കണം, 10 കൂടി തല്ലുപിടിക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി വലിയൊരു രാഷ്ട്രം, നമ്മുടെ മാതിരി ഇന്ത്യയുടെ മാതിരി ആർമിയുടെ സൈസ് നോക്കും, നമ്മുടെ എക്കോണമി നോക്കും. അത് മാത്രമല്ല നമ്മുടെ ഒരു കേപ്പബിലിറ്റി നോക്കണം. നമ്മുടെ സയൻസ് ആയാലും ടെക്നോളജി ആയാലും നമ്മുടെ റിസർച്ച് ആയാലും മാനുഫാക്ചറിങ്. പാകിസ്ഥാൻ അടുത്ത് വരില്ല പാകിസ്ഥാൻ. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആരാണ് അടുത്ത് വരാൻ പോകുന്നതാണ് ചൈന. ചൈനയ്ക്കാണ് ആ കപ്പാസിറ്റി ഉള്ളത്, മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ട് ചൈനയുടെ അടുത്ത്. ചൈനയ്ക്ക് ഈ പറഞ്ഞ മാതിരി വേണമെങ്കിൽ ഭാരത ദേശത്തിനെ ത്രെറ്റൻ ചെയ്യാം, അത് വേണമെങ്കിൽ നടത്താം. അവർക്ക് ഈ പറഞ്ഞ അവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ചൈനയുടെ ആർമിയുടെ സൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമിയെക്കാട്ടും വലുതാണ്. ചൈനയുടെ GDP സ്പെൻഡിങ് ആസ് എ പാർട്ട് ഓഫ് ഡിഫൻസിന് വേണ്ടി നമ്മളെക്കാട്ടും കൂടുതലാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇന്ത്യക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ യെസ് അത് ചൈനയാണ്, സംശയമില്ല. അത് സൈസ് ആൻഡ് സ്കെയിലാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോഴല്ല 62-ൽ നമ്മൾ ചൈന ആയിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു, നമ്മൾ തോറ്റു. കൃഷ്ണമേനോൻ രാജിവെക്കട്ടെ വന്നു, നെഹ്റുവിന്റെ വലിയൊരു ഫെയിലിയർ ആയിരുന്നു. 62, 64 രണ്ട് പ്രാവശ്യം നമ്മൾ തോറ്റു. നമ്മുടെ അക്സൈ ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലഡാക്കിന്റെ പകുതി പോർഷൻ അവർ കൊണ്ടുപോയി, ചൈനക്കാർ കൊണ്ടുപോയി. പക്ഷെ ഈ പറഞ്ഞ മാതിരി അത് കഴിഞ്ഞിട്ട് ഇന്ത്യ നമ്മുടെ ദേശം കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ടെക്നോളജി വൈസ്. നമുക്ക് നമ്മുടെ മിസൈൽസ് ആവട്ടെ, നമ്മുടെ ന്യൂക്ലിയർ ടെക്നോളജി ആവട്ടെ, നമ്മുടെ ബാക്കിയുള്ള മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പൊ ഒരു അടി നടക്കുകയാണെങ്കിൽ ചൈനയുടെ കൂടെ നടന്നാണ് നമ്മൾ കണ്ടു. ചെറുതായിട്ട് യുദ്ധമായിരുന്നില്ല അത്. ഗൽവാന്റെ ഒരു സ്കർമിഷ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ലാം എന്ന് പറഞ്ഞ ഭൂട്ടാന്റെ സൈഡിൽ ഒരു ചെറിയ ഒരു അടിപിടി ഉണ്ടായിരുന്നു. പക്ഷെ ചൈനയും ഇന്ത്യയും കൂടിയിട്ടൊരു ഫുൾ ഫ്ലെജ്ഡ് വാർ നടക്കാൻ വഴിയില്ല. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ശത്രു ചൈനയാണെന്ന് സംശയമില്ല. എല്ലാത്തിനും ഡിഫൻസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ചൈന ഇപ്പൊ നമ്മൾ 4ാമത്തെ വലിയ എക്കോണമി ആയി വന്നു കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ളത് 3ാമത്തെയാണ്, ജർമ്മനിയാണ്. അത് നമ്മൾ എപ്പോ വേണമെങ്കിൽ ക്രോസ് ചെയ്യും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചൈനയാണ്. ചൈനയുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രംപാണ്. അത് നാളെ ട്രംപ് പോയി കഴിഞ്ഞ് വേറെ രാഷ്ട്രപതി വന്നാൽ ഇങ്ങനെ ചൈനയുടെ കൂടെ ബിഹേവ് ചെയ്യുന്നത് അത് വേറെ കാര്യം. പക്ഷെ ചൈന ഈ പറഞ്ഞ ലാസ്റ്റ് ഒരു 30 കൊല്ലത്തിൽ ചൈന അടിച്ചു കയറി മുകളിലേക്ക് പോയി. എക്കോണമി വൈസ് ആയാലും മാനുഫാക്ചറിങ് ആയാലും അവരുടെ ടെക്നോളജി ആയാലും. നമ്മൾ പണ്ട് ചൈനയെ കളിയാക്കാറുണ്ട്, എന്ത് ചൈനീസ് സാധനം വാങ്ങിച്ചാലും 6 മാസമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല കേട്ടോ. ചൈനയുടെ ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. ബിക്കോസ് ഒരു രാഷ്ട്രത്തിന് ഈ പറഞ്ഞ മാതിരി അത് അവരുടെ ഒരു ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഡിഫൻസ് എക്യുപ്മെന്റ് മാത്രമല്ല, നമുക്ക് ഡിഫൻസ് അവരുടെ നിന്നൊന്നും വാങ്ങാതെ നമുക്കില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ വാങ്ങുന്നത് അവരുടെ കയ്യിൽ നിന്ന് മാനുഫാക്ചറിങ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഹൈദരാബാദിൽ ചില കമ്പനികളുണ്ട്, അവർക്ക് വെൽഡിംഗ് മെഷീൻസ്, ഈ പറഞ്ഞ റോബോട്ടിക് വെൽഡിംഗ് മെഷീൻസ് അവർ വാങ്ങുന്നത് ചൈനയുടെ കയ്യിൽ നിന്നാണ്. അതെന്താ കാരണം? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഭാരതദേശത്തിൽ. അതൊരു വലിയൊരു പ്രോബ്ലം ഇഷ്യൂ ആണത്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ആയിട്ടുള്ള എക്സ്പോർട്ട്, ചൈനയ്ക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് ചൈനയുടെ API വാങ്ങുന്നു, നമ്മൾ ഫിനിഷ് USA എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ടെക്നോളജി പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. നമ്മുടെ ഇൻഫോസിസിന്റെ ക്യാമ്പസ് ചൈനയിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു കോമ്പറ്റീഷൻ, ഓപ്പൺ കോമ്പറ്റീഷൻ ചൈനയായിട്ട് അടി ഉണ്ടാക്കരുതെന്നാണ് വലിയ വലിയ എക്കോണമിസ്റ്റ് പറയുന്നത്. ഞാനിപ്പോ ജെഫ്രി സാക്സിന്റെ ഒരു ലെക്ചർ കേട്ടിരുന്നു എന്നാൽ ഇതിനെ പറ്റിയിട്ട്. അദ്ദേഹം പറഞ്ഞത് ചൈനയെ ഇന്ത്യയും കൂടി അടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് US നടക്കുന്നത്. എങ്ങനെയെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവണം എന്നിട്ടാണ് അമേരിക്കയ്ക്ക് ഒരു ഇഷ്ടം. അമേരിക്കയ്ക്ക് അത് കണ്ടേ വേണമെന്നല്ല, അവർക്ക് കേരളിക്കൊന്നല്ല, വേറെ ഒരു ചൈനയും ഇന്ത്യയും കൂടി തല്ലുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കും കിട്ടില്ല. ബിക്കോസ് 2 എക്കോണമിയും പൊളിഞ്ഞു പൈസാവും. ചൈനയായാലും കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും, ഇന്ത്യക്ക് അത്ര ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. നമ്മൾ കണ്ട് ബംഗ്ലാദേശിന്റെ ഒരു ലിബറേഷൻ കഴിഞ്ഞിട്ട് 71-ല് 4 കൊല്ലം നമ്മൾ പാപ്പരായി. ഓരോ യുദ്ധത്തിനൊരു ചെലവുണ്ട്. ഇപ്പൊ നമ്മുടെ നടന്ന 4 ദിവസത്തെ ഒരു സ്കർമിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മള് ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്യുമ്പോൾ $1 മില്യൺ ചെലവാക്കുന്നു. ഒരു 10 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ എത്ര ചെലവായി?
അങ്ങനെ ബാക്കിയുള്ള മിസൈൽ, പിന്നെ ആൾക്കാർക്ക് ചെലവ്, ഹ്യൂമൻ കോസ്റ്റ് ഉണ്ട്, ടെക്നോളജി കോസ്റ്റ് ഉണ്ട്, അപ്ഗ്രഡേഷൻ കോസ്റ്റ് ഉണ്ട്, ഈ മ്യൂണിഷൻസ് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മളും ചൈനയും തമ്മിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ചൈനയായിട്ട് എവിടെ പ്രോബ്ലം ഉള്ളത്. ബേസിക്കലി അവർ പറയുന്ന അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ സ്ഥലമാണ്. ഇപ്പോഴല്ല, അവർ പണ്ട് തൊട്ട് 60 തൊട്ട് അവർ ബ്രിട്ടീഷുകാർ പോയപ്പോൾ തൊട്ട് 47 തൊട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞ അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ സ്ഥലമാണ്, അരുണാചൽ പ്രദേശ് പേരിടും. അരുണാചൽ പ്രദേശത്ത് പോകുന്ന ആൾക്കാർക്ക് പുറത്ത് ചൈനീസ് വിസ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേപ്പറിൽ സ്റ്റാമ്പ് അടിച്ചു കൊടുക്കും. അല്ലാണ്ട് അവരൊരു റെഗുലർ വിസ അവർ കൊടുക്കില്ല, ചൈനക്കാർ കൊടുക്കില്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മളൊരു ഒരു ഇന്ത്യ എന്നുള്ളൊരു രാജ്യം വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നാണ് ചൈനയായിട്ടുള്ളത്. ചൈനയുടെ തർക്കം നമ്മൾ തന്നെ തീർക്കേണ്ട വരും. ഇതാണ് US വേണ്ടാത്ത. US എന്താണ്, അതിൽ US വന്ന് തലയിടാൻ പറ്റുമെന്നാണ് US നോക്കുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ചൈന ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മളൊരു നല്ലൊരു ടെക്നോളജി പവറാണ്, നമ്മളടുത്ത് ഡിഫൻസിന് പറ്റിയ കേപ്പബിലിറ്റി. ഇപ്പൊ നമ്മൾ കണ്ടു പാകിസ്ഥാനായിട്ട് ഈ അടി നടന്നപ്പോൾ അതിൽ കുറെ ചൈനീസ് റാഡാറൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ചൈനയിൽ നിന്നാണ് അവർ കുറെ എക്യുപ്മെന്റ് വാങ്ങുന്നത്. J-17 അവരെ എയർക്രാഫ്റ്റ് ഒക്കെ, ഫൈറ്റർ എയർക്രാഫ്റ്റ് ചൈനയുടെ നിന്നാണ് വാങ്ങുന്നത്. അവർക്ക് ഇപ്പൊ ആരും എയർക്രാഫ്റ്റ് വിൽക്കില്ല. ഒന്നും അവരുടെ കാശില്ല. ഇപ്പൊ ഫ്രാൻസിന്റെ നിന്നോ അല്ലെങ്കിൽ US വാങ്ങണമെങ്കിൽ അവർക്ക് കാശില്ല. പണ്ടൊക്കെ US F-16 വെറുതെ കൊടുത്തു അവർക്ക്. അത് അഫ്ഗാനിസ്ഥാന്റെ അടി നടക്കുമ്പോൾ റഷ്യ അവിടെ നിന്ന് പിടിച്ച് പുറത്തേക്കാക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ യെസ്, നമുക്ക് ഒരു ത്രെറ്റ് ആയിട്ടുള്ളത് ചൈനയാണ്, അതിൽ സംശയമില്ല. ബിക്കോസ് നാളെ നമ്മളെ രണ്ട് ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. ഒന്ന്, ടിബറ്റ് സൈഡിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി ലഡാക്ക് സൈഡിലേക്ക് വന്നവരെ നമ്മൾ ആക്രമിക്കാൻ പറ്റും, കശ്മീരിൽ. അതേ സമയത്ത് അവര് അരുണാചൽ പ്രദേശ് ആ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കും അവർക്ക് അവിടുന്ന് ഒരു ഇൻകർഷൻ നടത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ആർമി രണ്ട് സൈഡിൽ നിന്ന് ഡിവൈഡ് ആയിപ്പോ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് എയർഫോഴ്സിന്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നേവിക്ക് പിന്നെ അത്ര വലിയ സേ ഇല്ല അവിടെ. നേവിയുടെ വലിയൊരു കടലിന്റെ അടുത്തല്ലല്ലോ ഈ രണ്ട് റീജിയൻ, കടലിന് വളരെ ദൂരമാണ്. പക്ഷെ ആർമിയും നമ്മുടെ എയർഫോഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന കാശിന്റെ ഒരു ഇരട്ടി കാശ് ചെലവാക്കിയാണ് നമുക്ക് ചൈനയിൽ നിന്ന് മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമുള്ളൂ ചോദിച്ചാൽ ഞാൻ പറയണമെങ്കിലില്ല. ബിക്കോസ് ചൈനയായിട്ട് നമുക്കുള്ള തർക്കങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു തീർക്കാതെ തർക്കങ്ങളാണ്. ചൈനയ്ക്ക് അറിയാം അവർക്ക് US ഇപ്പൊ അവരെ കൂടെ നിൽക്കുന്നില്ല. പക്ഷെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയുടെ കൂടെ നല്ല സൗഹൃദമായിട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ചൈനയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഒരു നല്ല എക്കോണമി, അവരുടെ എക്കോണമി ഇപ്പൊ ഒരു കൊളാപ്സിങ് സ്റ്റേജിലാണ്. അവരുടെ റിയൽ എസ്റ്റേറ്റ് കൊളാപ്സ് ആയി, US എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊളാപ്സ് ആയി. അപ്പൊ അത് നോക്കുമ്പോഴാണ് ചൈനയ്ക്ക് എവിടുന്ന് എന്താ കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ നമുക്കിപ്പോ തന്നെ അറിയാം അവരുടെ മൊബൈൽ ഫോൺ കമ്പനികൾ ഹിയോമി ആവട്ടെ, ഓപ്പോ ആവട്ടെ, OnePlus ആവട്ടെ, ഇവരൊക്കെ ഇന്ത്യയിലാണ് ഇവരെ മേജർ മാർക്കറ്റ് ഉള്ളത്, US പക്ഷെ നമ്മൾ അതേസമയം ഹ്യൂവേ ആവട്ടെ ബാക്കിയുള്ള കമ്പനികളൊക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു അവിടെ ഇന്ത്യയിൽ. ബിക്കോസ് നമുക്കൊരു സംശയമുണ്ട് അവരവരെ സ്പൈങ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ടെലികോം എക്യുപ്മെന്റ് ഉപയോഗിച്ച്. പക്ഷെ ഒരു ആർമി ടു ആർമി, ഐബോൾ ടു ഐബോൾ കൺഫ്രണ്ടേഷൻ അല്ല നമുക്ക് വരാൻ. നമുക്ക് നടത്തേണ്ടത് ചൈനയായിട്ട് നമുക്ക് ഒരു ടാക്ടിക് അഗ്രിമെന്റ് വേണം. നിങ്ങൾ ചൊറിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് ചൊറിയാണ്ടിരുന്നാൽ മതി എന്നുള്ളത്, അതാണ് വേണ്ടത്. ബിക്കോസ് ചൈനയുടെ തലവേദന തന്നെ കുറെ ഉണ്ട്. തൈവാൻ ഉണ്ട്, അവർക്കൊരു മേജർ ഇഷ്യൂ തൈവാനാണ്. അതിലവർ തൈവാൻ തൊട്ട് കഴിഞ്ഞാൽ അന്ന് US NATO ഒക്കെ കടന്നു വരും. അപ്പൊ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് അവർക്ക് ജപ്പാനായിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ട്. ജപ്പാന്റെ കൂടെ ചെറിയ ഐലൻഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. റഷ്യയായിട്ട് നല്ല സൗഹൃദമാണ്. ബിക്കോസ് ഇപ്പൊ ഈ യുക്രൈനായിട്ട് നടക്കുന്ന അടിയിൽ കുറെ മിസൈൽസ് സപ്ലൈ ചെയ്തൊക്കെ റഷ്യക്ക് ചൈനക്കാരാണ്. അപ്പൊ ഇന്ത്യയും അവർക്ക് വേണ്ട വരും. പക്ഷെ അതേസമയത്ത് അവർക്ക് പാകിസ്ഥാനെ കൈവിടാൻ പറ്റില്ല. അത് അതിനെക്കാട്ടിലും വലിയൊരു പ്രോബ്ലമാണ്. ബിക്കോസ് പാകിസ്ഥാനാണ് അവർക്ക് ഒരു ആക്സസ് കൊടുക്കുന്ന കടലിലേക്ക്, എവിടെ ബോർഡർ പോർട്ടിന്റെ അടുത്ത് വെച്ചിട്ട്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പണിത് വരുന്ന ചൈനയ്ക്ക് പാകിസ്ഥാൻ വേണം. പക്ഷെ പാകിസ്ഥാനിലെ ഭരണാധികാരി ഈ പറഞ്ഞ ഒരു കൊല്ലം ഒരാളായിരിക്കും, നെക്സ്റ്റ് കൊല്ലം വേറൊരാളായിരിക്കും. അവിടെ ആർമിയാണ് റൂൾ നടത്തുക. ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ആർമിയുടെ കയ്യിലാണ് പവർ ഉള്ളത്. അപ്പൊ ചൈനീസുകാർക്ക് പാകിസ്ഥാൻ വേണം. പക്ഷെ അത് എത്ര വരെ പാകിസ്ഥാനെ അവർ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബലൂചിസ്ഥാനിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ബലൂച്ചുകാരെ ഈ ചൈനീസ് എഞ്ചിനീയേഴ്സിനെയും ചൈനീസ് ടെക്നീഷ്യൻസിനെയൊക്കെ അവർ അപ്പൊ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നുണ്ട്. അപ്പൊ അവർക്കൊരു പേടിയുണ്ട് അങ്ങോട്ട് പോകാൻ ചൈനക്കാർക്ക്. പക്ഷെ ചൈനയ്ക്ക് ഒരു സീ ആക്സസ് വേണ്ട നമുക്ക്, അല്ലെങ്കിൽ മൊത്തം ചുറ്റി വരണമെങ്കിൽ അവർക്ക് 12,000 കിലോമീറ്റർ ഉണ്ട്. ഇതവർക്ക് 2,000 കിലോമീറ്ററിൽ അവർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് അവർക്ക് ബോർഡർ പോർട്ട് എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ത്രൂ പോയി, അഫ്ഗാനിസ്ഥാന്റെ ത്രൂ പോയി അവർക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ നേരെ അവർക്ക് ചൈനയിലേക്ക് കടക്കാൻ പറ്റും. ടിബറ്റിന്റെ ത്രൂ കാറക്കോറം റേഞ്ചിൽ കൂടെ കടക്കാൻ പറ്റും. അതാണ് നമുക്ക് നോക്കി. അത് എപ്പോഴും പറയല്ലോ, എനിമീസ് മൈ ഫ്രണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചൈന ശരി, പാകിസ്ഥാനെ അവർ ഹെൽപ്പ് ചെയ്യേണ്ട, ഒരു എയർക്രാഫ്റ്റ് കൊടുക്കുന്നുണ്ട്, റാഡർ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊരു സെൽഫിഷ് മോട്ടീവാണ്.
പക്ഷെ നമുക്ക് ചൈനയായിട്ട് വേണ്ടത് നല്ലൊരു മാനുഫാക്ചറിങ് റിലേഷൻഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഒരു അവിടുന്ന് ടേക്ക് ഓവർ. ഇപ്പൊ നമുക്കറിയാം ആപ്പിളിന്റെ ഫോണുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മൊത്തം ഫോണല്ല ഉണ്ടാക്കുന്നത്. അതിന്റെ 80% അസംബ്ലി നടക്കുന്ന ഇപ്പോഴും ചൈനയിൽ നടക്കും. ഇന്ത്യയിൽ വന്നത് ഫൈനലായിട്ട് അസംബിൾ ചെയ്യും, എന്നിട്ട് അതിലൊരു മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പ് അടിക്കും. അപ്പോൾ ട്രംപ് ഒന്നും പറയില്ല. 10% മാക്സിമം. അതാണ് ഇപ്പൊ 25% ആക്കാൻ പോകുന്നത് ട്രംപ് പറയുന്നത്. അതേസമയം ചൈനയിൽ നിന്ന് ഒരു ഐഫോൺ എക്സ്പോർട്ട് ചെയ്യുന്ന 145 തൊട്ട് 250% വരെയാണ് അവിടുത്തെ ടാരിഫ്, ട്രംപ് വെച്ചിരിക്കുന്ന ടാരിഫ്. അപ്പൊ അങ്ങനെ ഒരു ട്രേഡ് വാറും ഒരു ഡിഫൻസ് വാറും വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഡിഫൻസിൽ അത്ര കുഴപ്പമില്ല. ശരി, അപ്പോഴപ്പോൾ ചൈനക്കാർ വന്ന് ടിബറ്റിൽ കുറെ കുഴപ്പമുണ്ടാക്കും, ദാറ്റ് ഇസ് ലഡാക്കിന്റെ സൈഡിൽ വന്നിട്ട് കുറെ കുഴപ്പമുണ്ടാക്കും. അത് പോട്ടെ, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനെക്കാട്ടും വലിയ അടി നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. അപ്പോൾ നയതന്ത്രപരമായിട്ടുള്ള രീതിയിൽ തന്നെ ചൈനയുമായുള്ള വിഷയം പരിഹരിച്ചു പോകണം എന്ന് തന്നെയാണല്ലേ സാറ് പറയുന്നത്? ആണ് വേണ്ടതാണ്. ബിക്കോസ് വേറൊന്നല്ല, നമുക്ക് ഇതില് ഒരു ന്യൂക്ലിയർ വാറോ അല്ലെങ്കിൽ വേറെ ഇത് വാറായാലും ആരും ജയിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്ട്രാറ്റജിക്. ഇപ്പൊ യുക്രൈൻ റഷ്യ തമ്മിൽ അടി തുടങ്ങിയിട്ട് 3 കൊല്ലമാണ്. എന്തെങ്കിലും ആരെങ്കിലും ജയിച്ചോ, ആരെങ്കിലും തോറ്റോ? ഗാസയും ഇസ്രയേലും അടിയായിട്ട് കുറെ കാലമായി. ഇസ്രായേൽ ഗാസയിൽ എത്രയോ ടെററിസ്റ്റിനെ കൊന്നു, ബാക്കിയുള്ളവരെ കൊന്നു, അവരുടെ നേതാക്കന്മാരെ കൊന്നു. പക്ഷെ എന്തെങ്കിലും ഉണ്ടായോ അത് കഴിഞ്ഞിട്ട്? ഇസ്രായേലിന് ഇതുവരെ ഗാസ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു പ്രാക്ടിക്കൽ. അതിന് കുറെ പേര് ചോദിച്ചു മോദി എന്തിനാണ് സീസ് ഫയർ വെച്ചത്. ഞാൻ എപ്പോഴും പറയും, ഒരു ഫുട്ബോൾ മാച്ച് 90 മിനിറ്റാണ് കളിക്കുക, അല്ലാണ്ട് 3 ദിവസത്തേക്ക് എല്ലാവരും ഫുട്ബോൾ മാച്ച് കളിക്കുക. യുദ്ധം അങ്ങനെ തന്നെയാണ്. യുദ്ധത്തിന് ഒരു എൻഡ് വേണം, ഒരു എൻഡ് ഗെയിം വേണം. അല്ലെങ്കിൽ യുദ്ധങ്ങൾ നീണ്ടുകൊണ്ട് പോകും, പിന്നെ ആർക്കും ഒരു ബെനിഫിറ്റ് ഒന്നും വരാൻ പോകുന്നില്ല. അതാണ് എനിക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.